1001 അവേഴ്സ് ഫോർ GKയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെസർ നോൺ ഹീറോസ് ആൻഡ് ഹീറോയിൻസ് ഇൻ അവർ ഫ്രീഡം സ്ട്രഗിൾ എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അധികം അറിയപ്പെടാത്ത ഒരുപാട് നായികമാരും ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോകളാണ് ഞാനിപ്പോൾ തുടർച്ചയായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2024 77ാമത് സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ദ്രൗപദി മുർമു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളുടെ പേരെടുത്തു പറഞ്ഞു. രണ്ട് വനിതാ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരെടുത്തു പറഞ്ഞു. അതിലൊന്ന് മാതങ്കിനി ഹസ്രയായിരുന്നു, മറ്റൊന്ന് കനകലത ബറുവയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ദ്രൗപദി മുർമു നമ്മുടെ പ്രസിഡന്റ് സംസാരിച്ചത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാതങ്കിനി ഹസ്രയെക്കുറിച്ച് മാത്രമാണ്. മാതങ്കിനി ഹസ്ര ജനിച്ചത് ബംഗാളിലാണ്. ബംഗാളിലെ തിംലൂക്കിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമായ ഹോഗ്ല എന്ന സ്ഥലത്താണ് അവർ ജനിച്ചത്. വളരെ ദരിദ്രമായ ഒരു കർഷക കുടുംബത്തിലാണ് മാതങ്കിനി ഹസ്ര ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല. 12ാമത്തെ വയസ്സിലാണ് അവർ വിവാഹിതയാകുന്നത്. ത്രിലോചൻ ഹസ്ര എന്ന 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയായിരുന്നു അവർ വിവാഹം കഴിച്ചത്. ആ വിവാഹബന്ധം അധികം നീണ്ടു നിന്നില്ല. 18ാമത്തെ വയസ്സിൽ തന്നെ അവർ വിധവയായി. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഈ ബംഗാളിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് മഹാരഥന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട് ബംഗാൾ. വിപ്ലവകാരികളായ സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന മുദ്രാവാക്യം ഉയർത്തിയ നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 18ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ഖുദ്റാം ബോസ്, ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ബാഗാജദീൻ, അതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൂക്കിലേറ്റപ്പെട്ട സൂര്യാസൻ, അതുപോലെ ചിന്തകരും കവികളുമായ ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റായ്, വന്ദേ മാതരം രചിച്ച ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, ജനഗണമന രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരായ ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ ഘോഷ്, CR ദാസ് എന്ന് വിളിക്കുന്ന അരവിന്ദ ഘോഷ്, ശ്യാം പ്രസാദ് മുഖർജി, സാമൂഹ്യ പരിഷ്കർത്താവായ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇങ്ങനെ നിരവധി പ്രഗത്ഭരെ സംഭാവന ചെയ്ത മണ്ണാണ് ബംഗാളിൻ്റേത്. ആ ബംഗാളിലാണ് 1869 ഒക്ടോബർ മാസം 19 മാതങ്കിനി ഹസ്ര ജനിക്കുന്നത്. 1869 ഒക്ടോബർ എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധി ജനിച്ച വർഷവും 1869 അത് മാസം 1 ഒക്ടോബറാണ്. പക്ഷേ അത് ഒക്ടോബർ 2. മാതങ്കിനി ഹസ്ര ജനിച്ചത് ഒക്ടോബർ 19. മാതങ്കിനി ഹസ്ര വിധവയായതിനു ശേഷം 18ാമത്തെ വയസ്സിന് ശേഷം പൂർണ്ണമായും സാമൂഹിക സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ഗാന്ധിജിയുടെ ഒരു കടുത്ത ഒരു ശിഷ്യയായി അല്ലെങ്കിൽ ആരാധികയായി മാറുകയും ഗാന്ധിജിയുടെ അഹിംസാ രീതികളും നിസ്സഹകരണ സമരങ്ങളും നിയമലംഘന സമരങ്ങളും വിദേശവസ്ത്രം ബഹിഷ്കരിക്കൽ പോലെയുള്ള സമരങ്ങളൊക്കെ നെഞ്ചിലേറ്റുകയും അങ്ങനെ ജനങ്ങൾ വളരെ പ്രിയപ്പെട്ടവരായി അവരെ കാണുകയും അവരെ ഗാന്ധി ബുരി എന്ന് വിളിക്കുകയും ചെയ്തു. ബുരി എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിൽ വൃദ്ധയായ സ്ത്രീ എന്നാണ് അർത്ഥം. ഗാന്ധിക്ക് സമാനമായ രീതിയിലാണ് ആ അർത്ഥം. അതേപോലെ ഗാന്ധിയെപ്പോലെ തന്നെയാണ് അവർ മാതങ്കിനി ഹസ്രയെയും കണ്ടത്. അതുകൊണ്ടാണ് മാതങ്കിനി ഹസ്രയെ അവർ ഗാന്ധി ബുരി എന്ന് വിളിച്ചത്. നിരവധി പ്രക്ഷോഭ സമരങ്ങളിൽ ഗാന്ധിപുരി പങ്കെടുത്തിട്ടുണ്ട്. 1930 നിയമലംഘന പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായി നടന്ന ഉപ്പ് സത്യാഗ്രഹം, അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും അതുപോലെ അറസ്റ്റ് ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ 1933 ഗവർണറുടെ പാലസിലേക്ക് നടന്ന മാർച്ചിൽ അവർ ആ മാർച്ച് നയിക്കുകയും ഗവർണർ ഗോ ബാക്ക് എന്ന ഒരു മാർച്ച്, അതിനു വേണ്ടിയുള്ള മാർച്ചായിരുന്നത്, അതിൽ അവർ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. ആ സമയത്ത് തംലൂക്ക് പോലീസ് സ്റ്റേഷൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന തംലൂക്ക് പോലീസ് സ്റ്റേഷൻ മോചിപ്പിക്കുന്നതിന് വേണ്ടി 6000 പ്രതിഷേധക്കാർ സംഘടിപ്പിക്കുകയും മാർച്ച് നടത്തുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക്. ആ മാർച്ചിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു മാതങ്കിനി ഹസ്ര. പോലീസ് വലയം ഭേദിച്ചുകൊണ്ട്, പോലീസ് ശക്തമായി തടഞ്ഞെങ്കിലും പോലീസിൻ്റെ വലയം ഭേദിച്ചുകൊണ്ട് മുമ്പിലോട്ട് കുതിച്ചു മാതങ്കിനി ഹസ്ര. ആ സമയത്ത് പോലീസുകാർ വെടിവെക്കുകയും 3 ബുള്ളറ്റുകൾ അവരുടെ ശരീരത്തിൽ തുളഞ്ഞു കയറുകയും ചെയ്തു. അങ്ങനെ പിടഞ്ഞു വീണ് ആ മണ്ണിൽ മരിക്കുമ്പോഴും അവർ വന്ദേ മാതരം ചൊല്ലുകയും കയ്യിൽ മുറുക്കെ പിടിച്ച ദേശീയ പതാക നിലത്ത് വീഴാതെ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കാണിച്ച ഒരു ധൈര്യം, അവർ കാണിച്ച ഒരു രാജ്യസ്നേഹം നമുക്കെല്ലാം മാതൃകാവേണ്ടതാണ്. കൽക്കട്ടയിൽ 1977 അവർക്ക് സ്മാരകമായി ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്.
അതുപോലെ മിഡ്നാപൂർ, കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിലുള്ള സ്കൂളുകൾക്കും റോഡുകൾക്കും കോളനികൾക്കും എല്ലാം അവരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. 2002 ഇന്ത്യൻ തപാൽ വകുപ്പ് അവരുടെ സ്മരണയ്ക്കായി ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ പല രീതിയിലും നമ്മുടെ രാജ്യം അവരോട് ആദരവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇങ്ങനെയുള്ള അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് ധീര ദേശാഭിമാനികളുടെ ത്യാഗത്തിൻ്റെയും യാതനയുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം പോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിൻ്റെ ഒരു മറുപടി ഞാൻ തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതെൻ്റെ വീഡിയോ മെച്ചപ്പെടുത്തുന്നതിന് എനിക്ക് സഹായകരമാവും. ഒരുപാട് നായകന്മാരും നായികമാരും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 1 by 1 ആയി നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഓക്കെ.